നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ഡിസ്ക് ഫോർമാറ്റിംഗ്, അതേപോലെ തന്നെ ഫയൽ സിസ്റ്റം. ഡിസ്ക് ഫോർമാറ്റിംഗ് പറയുമ്പം ഫയൽ സിസ്റ്റോടെ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക് പാർട്ടീഷനിങ്, അതേപോലെ ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ. ഈ മൂന്ന് ടോപ്പിക്ക് മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. ഇത് മൊഡ്യൂൾ 2-ൽ വരുന്ന ടോപ്പിക്കാണ്. സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്തുവാ ഡിസ്ക് ഫോർമാറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റോറേജ് ഡിവൈസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, സച്ചാസ് നമ്മൾ ഹാർഡ് ഡ്രൈവോ അല്ലെങ്കിൽ SSDയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? അതിനകത്ത് നമ്മളൊരു ഫയൽ സിസ്റ്റം ഇനിഷ്യലൈസ് ചെയ്തിട്ട് നമ്മളൊരു ഡയറക്ടറി സ്ട്രക്ചർ വെച്ചിട്ട് ഫയൽസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് എന്ത്? ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. Dash is the process of preparing a storage device. Dash is a process of preparing a storage device എന്ന് ചോദിച്ചാൽ, such as hard drive, for initializing as a file system എന്ന് ചോദിച്ചാൽ പറയണം ഡിസ്ക് ഫോർമാറ്റിംഗ്. മറക്കരുത്. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് അധികം ഇതിനകത്തൊന്ന് ഒരുപാട് കയറി ചോദിക്കത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഹെഡിങ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നേരത്തെ അല്ലാത്തുള്ള എക്സാമിന് വന്നിട്ടുണ്ട്. Then dash is the process of preparing a storage device for use by initializing is a file system and create a directory structure. എന്തിനു വേണ്ടിയാ? ഫയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡയറക്ടറി സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സ്റ്റോറേജ് ഡിവൈസ് എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. അതിനെ പറയുന്നതാണ് എന്ത്? ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അന്നേരം ഇങ്ങനെ നമ്മൾ ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് OSന്റെ ഒരു പ്രോസസ്സായിട്ട് തന്നെ വേണമെങ്കിൽ, OS ആയിട്ട് ഇതിന് കറക്റ്റ് ഒരു ഇതുണ്ട്. നമ്മളല്ലാതെ ഇപ്പം നമ്മൾ ഡിസ്ക് എടുത്തിട്ട് നമ്മൾ ഒരു CD ഇടുന്നു, നമ്മളത് നമുക്ക് ഇഷ്ടമുള്ള OS എടുത്ത് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നു എന്നുള്ള കേസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ? നിങ്ങൾ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അന്നേരം ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് അലൗസ് ദ ഡിവൈസ് ടു ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ OS അല്ലെ? അന്നേരം ഈ ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ക് കൃത്യമായിട്ട് ഒരു OSന് ഐഡന്റിഫിക്കേഷൻ റെക്കഗ്നൈസ് ആവണം. അതേപോലെ തന്നെ അതിനപ്പുറം എന്താണ്? നിങ്ങളുടെ ഡേറ്റയുടെ സ്റ്റോറേജും അവിടെ നടക്കണം. തിരിച്ച് ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാനും പറ്റണം? റിട്രീവൽ ചെയ്യാനും പറ്റണം. ഓക്കെ. ഇനി ഇതിന്റെ അല്ലാതൊരു ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് പറയുന്നത് എന്താണ് ഡിസ്ക് ഫോർമാറ്റിംഗ്. ഇറ്റ്സ് ലൈക്ക് giving a blank status to a storage device. എന്തിനു വേണ്ടിയാ? To store new data by erasing and any existing information. അതായത് നിലവിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിലവിലുള്ള ഡേറ്റയെ ഇറേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ ഡേറ്റയെ സ്റ്റോർ ചെയ്യുക. അതും ഡിസ്ക് ഫോർമാറ്റിംഗ് തന്നെയാണ്. അന്നേരം ഇവിടെ നിങ്ങൾ ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു ഫയൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറൂടെ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് അടുത്തത് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഇറേസിങ് എനി എക്സിസ്റ്റിംഗ് ഡേറ്റ. അന്നേരം ഡിസ്ക് ഫോർമാറ്റിങ്ങിനകത്ത് വരുന്ന ഒരു പ്രോസസ്സ് നോക്കിക്കേ. ഇറേസിങ് എനി എക്സിസ്റ്റിംഗ് ഡേറ്റ. അന്നേരം നിലവിലുള്ള ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറേസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് നോക്കിക്കേ. സെറ്റിംഗ് അപ്പ് എ ഫയൽ സിസ്റ്റം. അന്നേരം നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക, വാട്ട് ആർ ദ പ്രോസസ് ഇൻസൈഡ് എ ഡിസ്ക് ഫോർമാറ്റിംഗ് തന്നിട്ട് 4 ഓപ്ഷൻ തന്നു. അതിനകത്ത് നോക്കണം ഈ പറയുന്ന ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇറേസിംഗ് എനി എക്സിസ്റ്റിംഗ് ഡേറ്റ എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അതായിരിക്കും നിങ്ങളുടെ ആൻസർ. അതില്ലാതെ സെറ്റിംഗ് അപ്പ് എ ഫയൽ സിസ്റ്റം എന്ന് ചോദിച്ചാൽ അതായിരിക്കും. പിന്നെ അല്ലെങ്കിലോ ക്രിയേറ്റിംഗ് എ ഡയറക്ടറി സ്ട്രക്ചർ. ഇതെല്ലാം നോക്കിക്കോണം. ഈ പോയിന്റ് എല്ലാം ഡിസ്ക് ഫോർമാറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടിയാണല്ലോ പഠിക്കുന്നത്. അന്നേരം ഡിസ്ക് ഫോർമാറ്റിംഗ് പ്രോസസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം ഈ 3 ഓപ്ഷനിൽ ഏതേലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അതല്ല ചിലപ്പം ഈ 3 ഓപ്ഷനും തന്നിട്ട് ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. അന്നേരം ഇറ്റ് ഇൻവോൾവ്സ് എന്തൊക്കെയാണ്? ഇറേസിംഗ് എനി എക്സിസ്റ്റിംഗ് ഡേറ്റ, സെറ്റിംഗ് അപ്പ് എ ഫയൽ സിസ്റ്റം, അതേപോലെ തന്നെ എന്താണ്? ക്രിയേറ്റിംഗ് എ ഡയറക്ടറി സ്ട്രക്ചർ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിവൈസ് ക്യാൻ റെക്കഗ്നൈസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ആൻ OS അല്ലെ? OSുമായിട്ട് ഇതിന് ചേർന്ന് നിൽക്കാൻ എന്നാലേ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനിയും ഈ സെറ്റിംഗ് അപ്പ് എ ഫയൽ സിസ്റ്റം. അന്നേരം ഞാൻ അവിടെ ഫയൽ സിസ്റ്റോട് ഒന്ന് പറഞ്ഞു പോവാ.
എന്താ അത് നമുക്ക് ക്വസ്റ്റ്യൻ 1-2 അതിന്റെ ഫുൾ ഫോമും മറ്റും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഫയൽ സിസ്റ്റം ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ആരെങ്കിലും ക്ലാസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കിക്കോണം. എന്നാലും ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, എന്താണ് ഫയൽ സിസ്റ്റം. എന്താ ഫയൽ സിസ്റ്റം എന്ന് വെച്ചാൽ, that is the way in which files are named and where they are placed logically for storage and retrieval. അന്നേരം ഇതൊരു ഫിസിക്കൽ അറേഞ്ച്മെന്റ് അല്ല, ലോജിക്കലി നിങ്ങളുടെ ഫയൽസിന് എന്ത് ചെയ്യുന്നു, പേര് കൊടുത്ത് ഒരു നെയിം കൊടുത്തിട്ട് അതിനെ നിങ്ങൾ റിപ്ലേസ് ചെയ്തു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനെ എന്ത് പറയുന്നത്, ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അന്നേരം അല്ലെങ്കിൽ വേറൊരു ഡെഫിനേഷൻ നോക്കിക്കേ, ഫയൽ സിസ്റ്റം സ്റ്റോർസ്, ഒപ്പം തന്നെ എന്താണ്, ഓർഗനൈസേഴ്സ് ഡേറ്റ ആൻഡ് ക്യാൻ ബി തോട്ട് ഓഫ് എ ടൈപ്പ് ഓഫ് ഇൻഡെക്സ്. അന്നേരം ഒരു ഇൻഡെക്സ് പൊസിഷൻ കാണും, ആ ഇൻഡെക്സിനകത്ത് 1 2 അങ്ങനെ ഇൻഡെക്സ് പൊസിഷൻ കാണും. ഈ ഇൻഡെക്സ് പൊസിഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫയൽ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ഡേറ്റ ഫയൽ സ്റ്റോറേജ് നടത്തുന്നതാണ് ഒരു ഫയൽ സിസ്റ്റം. ഇത് നമുക്ക് ഏത് ഹാർഡ് ഡ്രൈവിലോ ഒപ്റ്റിക്കൽ ഡ്രൈവിലോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഫയൽ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് അടുത്ത പോയിന്റ് ഏതൊക്കെയാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ കത്തും എന്തൊക്കെയാണെന്ന്. കേട്ടിട്ടുണ്ടോ നോക്കിക്കേ, ഈ ഫയൽസ് സിസ്റ്റം ഒക്കെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുക ഏത് ഫയൽ സിസ്റ്റത്തിൽ വേണം ഫോർമാറ്റ് ചെയ്യാനെന്ന്. അന്നേരം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ ഏതൊക്കെ ഫയൽ സിസ്റ്റം ആണെന്ന്. നമുക്ക് ഞാനിവിടെ 4 ഫയൽ സിസ്റ്റം എടുത്ത് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് 4ഉം ഇടയ്ക്ക് 1-2 എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫയൽ സിസ്റ്റം ആയതുകൊണ്ടാണ്. അന്നേരം ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഫയൽ സിസ്റ്റം ഇപ്പോഴും റിലവന്റ് ആയിട്ടുള്ള ഫയൽ സിസ്റ്റം ആണ് ഏത്, NTFS ഫയൽ സിസ്റ്റം. അതിന്റെ ഫുൾ ഫോം നോക്കി പഠിച്ചോണം, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. മറന്നു പോകരുത് ആരും, മാർക്ക് ചെയ്ത് വെച്ചോ ഇപ്പോഴേ, NTFS. ഇതൊരു ഡീഫോൾട്ട് വിൻഡോസിന്റെ ഒരു ഡീഫോൾട്ട് ഫയൽ സിസ്റ്റം ആണ്. വിൻഡോസ് OSന്റെ ഒരു ഡീഫോൾട്ട് ഫയൽ സിസ്റ്റം ആണ്. അത് നമുക്ക് ഫയൽ കംപ്രഷൻ, അതുപോലെ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഫയലുകളെ കംപ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ ഫയലിന്റെ എൻക്രിപ്ഷൻ, എൻകോഡിങ്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഫോർമാറ്റിലല്ല, ഡയറക്റ്റ് ഫോർമാറ്റിലല്ലാതെ മാറ്റുന്നതിനാണ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ പഠിക്കും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഫയൽ പെർമിഷൻ, കുറെ റീഡ് ഓർ റൈറ്റ് പെർമിഷൻസ് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരു ലോക്കൽ ഹാർഡ് ഡ്രൈവിന് സ്യൂട്ടബിൾ ആയ രീതിയിൽ ഫയലിനെ ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ വിൻഡോസ് OS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റം, ഒരു ഡീഫോൾട്ട് ഫയൽ സിസ്റ്റം ആണ് ഏത്, NTFS ഫയൽ സിസ്റ്റം, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓൾഡർ ഫയൽ സിസ്റ്റം ഉണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഏതാണ്, ഫാറ്റ് ഫയൽ സിസ്റ്റം, ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ട് അല്ലെ. ഫാറ്റ് ഈസ് ആൻ ഓൾഡർ ഫയൽ സിസ്റ്റം. ഇപ്പോഴും നമ്മൾ USB ഡ്രൈവിലും അതുപോലെ മെമ്മറി കാർഡിലും ഒക്കെ ഈ ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഇതും വിൻഡോസും മാക് OSും സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ സിസ്റ്റം ആണ്. പക്ഷെ ഇതിന് ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത് ഒരു ഫയൽ സിസ്റ്റം അപ് ടു 4 GB, അത് മാത്രമാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ. ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോഴും NTFS ഫയൽ സിസ്റ്റം ആണ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് ഓർത്തോണം. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, എക്സ്റ്റെൻഡഡ് ഫയൽ അലോക്കേഷൻ ടേബിൾ അല്ലെ, EXFAT. നിങ്ങൾ ഇതിന്റെ ഡെഫിനേഷൻ പഠിക്കുന്നതിന് ഉപരി ഇതിന്റെ ഫുൾ ഫോം കൂടെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ, അല്ലെ അവിടെ ചെല്ലുമ്പോൾ എക്സാമിന് മാറിപ്പോകരുത്. EXFAT എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡഡ് ഫയൽ അലോക്കേഷൻ ടേബിൾ. ഇതൊരു പുതിയ ഫയൽ സിസ്റ്റം ആണ്. നമ്മുടെ മുമ്പേ പറഞ്ഞില്ലേ, ഫാറ്റ് ഫയൽ സിസ്റ്റത്തിന് ഒരു 4 GB വരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുള്ളൂ. അന്നേരം അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പുതിയ ഫയൽ സിസ്റ്റം ആണ് EXFAT. ഇതെന്ത് ചെയ്യും, ലാർജർ ഫയൽസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡേറ്റ കറപ്ഷൻ ഒന്നും ഉണ്ടാവാതെ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റം ആണ് ഏത്, എക്സ്റ്റെൻഡഡ് ഫയൽ സിസ്റ്റം. ഇനി വേറെ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഫയൽ സിസ്റ്റം ആണ് HFS+. ഇത് ഞാൻ എവിടെയോ കണ്ടത്, ഇതിന്റെ ഫുൾ ഫോം ആണ്. HFS+ എന്ന് വെച്ചാൽ എന്താണ്, ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റം പ്ലസ് എന്നാണ്. ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റം പ്ലസ്, HFS+. ഇത് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഫയൽ സിസ്റ്റം ആണ്. ഇതിനകത്തും കംപ്രഷനും എൻക്രിപ്ഷൻ മെത്തേഡ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതും ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോക്കൽ ഹാർഡ് ഡ്രൈവിനും അതേപോലെ തന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസിനും
സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫയൽ സിസ്റ്റമാണ് ഏത് HFS+ എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇത് എന്തിനു വേണ്ടി ഇവിടെ പറഞ്ഞതെന്നറിയാമോ? നമ്മൾ ഇവിടെ ഡിസ്ക് ഫോർമാറ്റിംഗ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡിസ്ക് ഫോർമാറ്റിംഗിന്റെ പ്രോസസ്സിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? ഇറേസിങ് എനി എക്സിസ്റ്റിംഗ് ഡാറ്റ, നിലവിലുള്ള ഡാറ്റയെ എന്ത് ചെയ്യുന്നു? ഇറേസ് ചെയ്യുന്നു ഡിസ്ക് ഫോർമാറ്റിംഗിൽ. അതേപോലെ തന്നെ ഒരു പുതിയ ഫയൽ സിസ്റ്റം സെറ്റ് ചെയ്യുന്നതും ഡിസ്ക് ഫോർമാറ്റിംഗ് ആ പ്രോസസ് സമയത്താണ്. അതേപോലെ തന്നെ ഒരു ഡയറക്ടറി സ്ട്രക്ചറും എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്ക് ഫോർമാറ്റിംഗ് ടൈമിലാണ്. എന്നാൽ ഇവിടെ സെറ്റിംഗ് അപ്പ് എ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ഇനി ഫയൽ സിസ്റ്റം എന്ന് ആർക്കെങ്കിലും അറിയത്തില്ല എങ്കിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഫയൽ സിസ്റ്റം ഏതൊക്കെ ഉണ്ട് എന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയത്. അന്നേരം ഫയലുകളെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഡേറ്റയെ ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് വെക്കാൻ സഹായിക്കുന്ന വിത്ത് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മുടെ ഫയലിനെ എല്ലാം ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് എന്ത് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? NDFS ഫയൽ സിസ്റ്റം, അതേപോലെ തന്നെ FAT32 ഫയൽ സിസ്റ്റം, അതേപോലെ തന്നെ എക്സ്റ്റെൻഡഡ് ഫാറ്റ് ഫയൽ സിസ്റ്റം, അതേപോലെ തന്നെ എന്താണ് HFS ഹൈറാർക്കിക്കൽ സിസ്റ്റം പ്ലസ് ഫയൽ സിസ്റ്റം. അന്നേരം നമ്മള് ഈ ഫയൽ സിസ്റ്റം പറഞ്ഞെങ്കിലും ഫയൽ സിസ്റ്റത്തിന്റെ ചൂസ് ചെയ്യുന്നത്, ഫയൽ സിസ്റ്റം ഓപ്റ്റ് ചെയ്യുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സ്റ്റോറേജ് ഡിവൈസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അതനുസരിച്ചിട്ടാണ് എന്ത് നിങ്ങൾ ഒരു ഫയൽ സിസ്റ്റം ചൂസ് ചെയ്യേണ്ടത്. അന്നേരം നിങ്ങളുടെ OS-ഉമായിട്ട് ചേർന്ന് നിൽക്കണം, നിങ്ങളുടെ മെമ്മറി സിസ്റ്റം സ്റ്റോറേജ് ഡിവൈസുമായിട്ട് ചേർന്ന് നിൽക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻക്രിപ്ഷൻ കംപ്രഷൻ മെത്തേഡ്സിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫയൽ സിസ്റ്റം ആണെങ്കിൽ അത് നോക്കണം. അതുപോലെ ലാർജ് ഫയൽസിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് നോക്കണം. അതൊക്കെ അനുസരിച്ചിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ ഏത് ഫയൽ സിസ്റ്റം വേണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നേരെ വീണ്ടും എങ്ങോട്ട് പോവുക? ഫോർമാറ്റിംഗിലേക്ക് പോവുക, ഡിസ്ക് ഫോർമാറ്റിംഗിലേക്ക് പോവുക. അന്നേരം ടൈപ്പ് ഓഫ് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്നാ പറഞ്ഞേക്കുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്ക് ഫോർമാറ്റിംഗ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലോ ലെവൽ ഫോർമാറ്റിംഗ്, രണ്ടാമത് പറയുന്നത് ഏതാണ്? ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. അതിനകത്ത് തന്നെ ക്വിക്ക് ഫോർമാറ്റിങ്ങും ഫുൾ ഫോർമാറ്റിങ്ങും ഉണ്ട്. മറന്നുപോകല് ഏതൊക്കെയാണ്? LL ഫോർമാറ്റിങ്ങും HL ഫോർമാറ്റിംഗ്. LL-നകത്ത് എന്താ പറയുന്നത്? ലോ ലെവൽ ഫോർമാറ്റിംഗ്. HL ഫോർമാറ്റിംഗിൽ ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. അതിനകത്ത് തന്നെ എന്താണ്? ക്വിക്ക് ഫോർമാറ്റിംഗ് ഉണ്ട്, ഫുൾ ഫോർമാറ്റിംഗ് ഉണ്ട്. അന്നേരം നമുക്ക് എന്താണ് ഈ ലോ ലെവലും എന്താണ് ഹൈ ലെവലും എന്ന് നോക്കാം. അന്നേരം നിങ്ങളിപ്പോ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്കിന്റെ ഫോർമാറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചിന്തിച്ചോളൂ. അന്നേരം ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫിസിക്കൽ ലെവലിൽ തന്നെ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഡിസ്കിനെ ഇനിഷ്യലൈസ് ചെയ്യുക. ഫിസിക്കൽ ലെവലിൽ ഇനിഷ്യലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണോ ഇനിഷ്യലൈസ് ചെയ്യുന്നത്? ആ മാനുഫാക്ചറിങ് കമ്പനി തന്നെ ഇനിഷ്യലൈസ് ചെയ്യാന്ന് വെച്ചോ. എന്താണ് അതിനകത്ത്? ട്രാക്കുകളും സെക്ടറുകളും, കഴിഞ്ഞ ദിവസം ട്രാക്കും സെക്ടറും ഒക്കെ കാണിച്ചു തന്നിരുന്നു. സെക്ടറുകളും അതേപോലെ തന്നെ ഉള്ള അതർ ഫിസിക്കൽ പാരാമീറ്റേഴ്സിനും ഒക്കെ ഡിഫൈൻ ചെയ്യുക. അന്നേരം ഇതിനെയൊക്കെ ഡിഫൈൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് ഫിസിക്കൽ ലെവലിൽ നടക്കുന്നത്. ഇതാണ് ശരിക്കും ലോ ലെവൽ ഫോർമാറ്റ്. ഇത് നമുക്ക് പറയാം, ഇത് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, നമ്മളൊരു കൃത്യമായിട്ട് നോളജ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണ യൂസർ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അന്നേരം അതുകൊണ്ട് നമ്മൾ പറയും മാനുഫാക്ചർ സൈഡിലായിരിക്കും ഏത് നടക്കുന്നത്? ലോ ലെവൽ ഫോർമാറ്റിംഗ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിക്കാം, മാനുഫാക്ചർ സൈഡിൽ തന്നെ നടക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റിംഗ് എന്ന് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, എൻഡ് യൂസേഴ്സിന് റെയറായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. റെയർലി നമുക്ക് നല്ലപോലെ അതിനകത്ത് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. പക്ഷെ 90% അതെന്താണ് നടക്കുന്നത്? ഫിസിക്കൽ ലെവലിലാണ്. ദാറ്റ് മീൻസ് മാനുഫാക്ചർ സൈഡ്. നമുക്ക് ഇവിടെ ചോദിക്കാം, മാനുഫാക്ചർ സൈഡില് ഫോർമാറ്റിംഗ് ഏതാണെന്ന് ചോദിച്ചാലും നിങ്ങൾ മാനുഫാക്ചറിങ് സൈഡ് എന്നുള്ള ഒരു വാക്കേ വന്നു കഴിഞ്ഞാൽ ഓർത്തോണം അതെന്താണ്? ലോ ലെവൽ ഫോർമാറ്റിംഗ് ആയിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചേക്കണം.
അതുപോലെ നിങ്ങൾ ഹൈ ലെവൽ ഫോർമാറ്റിങ്ങും ലോ ലെവൽ ഫോർമാറ്റിങ്ങും സിമിലർ, അങ്ങനെ രണ്ടും ഫോർമാറ്റിംഗ് തന്നെയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നമ്മള് ഹൈ ലെവൽ ഫോർമാറ്റിംഗിൽ ഒരു ലോജിക്കൽ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. അതിപ്പോ നിങ്ങളോട് പറയാൻ പോവുക, ഒരു ഡയറക്ടറി സ്ട്രക്ചറുള്ള ലോജിക്കൽ ക്രിയേഷൻ ആണ് നമ്മൾ അവിടെ നടത്താൻ പോകുന്നത്. അതിപ്പോ നമ്മൾ അടുത്തതിനകത്ത് പറയുന്നത്. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് വെച്ചാൽ, ലോ ലെവൽ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോസസിംഗ് ഓഫ് ഇനിഷ്യലൈസിംഗ് എ ഡിസ്ക് അറ്റ് ദ ഫിസിക്കൽ ലെവൽ. പ്രോസസ് ഓഫ് ഇനിഷ്യലൈസിംഗ് എ ഡിസ്ക് അറ്റ് ദ ഫിസിക്കൽ ലെവൽ. അതാണ് എന്ത്? ലോ ലെവൽ ഫോർമാറ്റിംഗ്. അന്നേരം ഇവിടെ നമ്മൾ എന്തൊക്കെ ഇതിനകത്ത് വരുന്നത്? ക്രിയേഷൻ ഓഫ് ട്രാക്സ്, സെക്ടേഴ്സ്, അതുപോലെ തന്നെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഇത് ശരിക്കും ഒരു മാനുഫാക്ചർ സൈഡിൽ തന്നെയാണ് നടക്കുന്നത്. എൻഡ് യൂസേഴ്സിന് വേണമെങ്കിൽ റെയർ ആയിട്ട് ഇത് ചെയ്യാറുണ്ട്. അന്നേരം അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. അതിന് മുമ്പ് ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഇതിനകത്ത് അധികം ക്വസ്റ്റ്യൻ കിട്ടാനില്ല, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ഇട്ടുന്നേ ഉള്ളൂ. എന്താണ് ലോ ലെവൽ ഫോർമാറ്റിംഗിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതെന്ന് അറിയാമോ? നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ് ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം അതിനകത്ത് പിന്നെ എറർ ആയിട്ടുള്ള സെറ്റേഴ്സ് വരികയോ, അല്ലെങ്കിൽ നമുക്ക് റീഡ് റൈറ്റ് ഹെഡിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യുന്നത് ലോ ലെവൽ ഫോർമാറ്റിംഗിലായിരിക്കാം. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? ഡേറ്റയെ ഇറേസ് ചെയ്യും. അന്നേരം നമുക്ക് പ്രീവിയസ് ഇൻഫർമേഷൻ, അന്നേരം ലോ ലെവൽ ഫോർമാറ്റ് ആണ് ഡിസ്കിൽ നടക്കുന്നതെങ്കിൽ അത് ഫുള്ളി ഇറേസിംഗ് ആണ് അവിടെ നടക്കുന്നത്. അന്നേരം നമുക്ക് പ്രീവിയസ് ഇൻഫർമേഷനെ അങ്ങനെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്. അത് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കോംപ്ലക്സ് പ്രോസസ് ആണ്. ഇത് പ്രൊഫഷണൽസ് ആണ് എന്ത് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ഡിസ്ക് കറപ്റ്റഡ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു പിന്നെ എൻഡ് യൂസർ അങ്ങനെ എടുത്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഡിസ്കിന് ഡാമേജ് വന്ന് അതിന്റെ പെർഫോമൻസും ലോവർ ആവാനുള്ള ചാൻസ് കൂടെ ഉണ്ട്. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. മുമ്പേ നമ്മൾ പറഞ്ഞതിനകത്തൂടെ തന്നെയാണ് പറയേണ്ടത്. അന്നേരം നെക്സ്റ്റിലേക്ക് പോകാം. ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്താന്ന് നോക്കാം. അന്നേരം നമ്മൾ നിങ്ങൾ എക്സാമിന്റെ ആൻസർ ആയിട്ട് തന്നെ പഠിച്ചോ, ഡാഷ് ഈസ് എ പ്രോസസ് എന്ന് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ശ്രദ്ധിച്ചേരം നോക്കിക്കോണം. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ ഫയൽ സിസ്റ്റം ആൻഡ് എ ഡയറക്ടറി സ്ട്രക്ചർ ഓൺ എ ഡിസ്ക്, അലോവിങ് ഇറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ആൻ OS. OSന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ഒരു ഡയറക്ടറി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് തന്നെ ചെയ്യാം. ഇത് നമുക്ക് യൂഷ്വലി പെർഫോംഡ് ബൈ ദ എൻഡ് യൂസേഴ്സ്. നമുക്ക് തന്നെ ചെയ്യാം. അന്നേരം നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഫസ്റ്റ് അക്വയർ എ ന്യൂ ഡിസ്ക് ഓർ വെൻ ദേ വാണ്ട് ടു ഇറേസ് ദ ഡാറ്റ ഓൺ എക്സിസ്റ്റിംഗ് ഡിസ്ക്. നമുക്കൊരു പുതിയ ഡിസ്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഡിസ്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രഷ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കേസായിട്ട് നമുക്കിപ്പോൾ ഒരു OSന്റെ ഡിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അന്നേരം ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡിസ്കിനെ FAT ഫയൽ സിസ്റ്റത്തിലോ അല്ലെ NDFS സിസ്റ്റത്തിലോ ചെയ്യാം, അല്ലേ? അന്നേരം നമുക്ക് തന്നെ ഇതിനകത്ത് എന്താണ് സഹായിക്കുന്നത്? ഇത് ഈസി ആയിട്ട് ഡേറ്റയെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫയൽ സ്ട്രക്ചർ, ഡയറക്ടറി സ്ട്രക്ചർ ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അന്നേരം പിന്നെ ഒരു കാര്യം കൂടെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജിലായിട്ട് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഫോർമാറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമല്ലോ, ഡേറ്റ എല്ലാം ഇറേസ് ആവും. സോ ഇറ്റ് ഷുഡ് ബി ഡൺ വിത്ത് എ കോഷൻ ടു അവോയ്ഡ് ആക്സിഡന്റലി ഡിലീറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ഫയൽ. നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അതേപോലെ തന്നെ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. എസ്പെഷ്യലി പെർഫോമിങ് എ ഫുൾ ഫോർമാറ്റ് വിച്ച് സ്കാൻസ് ദ എൻറ്റയർ ഡിസ്ക് ഫോർ എറേഴ്സ്. കുറെ സമയം എടുക്കും. കാരണം നമുക്ക് ഇത് ഫുൾ എറേഴ്സ് ചെക്ക് ചെയ്തിട്ട് ആണ്, അതായത് നമ്മുടെ ഈ പറയുന്ന സെക്ടറിലോ എന്തെങ്കിലും എറർ ഉണ്ടോ, ബാഡ് എറർ ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. പക്ഷെ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, ക്വിക്ക് ഫോർമാറ്റ്. നിങ്ങൾ ചിലപ്പോൾ ഡിസ്കിന്റെ ഒക്കെ ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഇത് അറിയാൻ പറ്റും. ക്വിക്ക് ഫോർമാറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ഇതൊരു പെട്ടെന്ന് സ്പീഡിൽ ചെയ്യുന്ന ഒരു ഫോർമാറ്റിംഗ് മെത്തേഡാണ്.
അതെന്ത് ചെയ്യും? സിംപ്ലി എറേസ് ദ ഫയൽ സിസ്റ്റം ആൻഡ് ഡയറക്ടറി സ്ട്രക്ചർ ബട്ട് ഡസ് നോട്ട് സ്കാൻ ദ എൻറ്റയർ ഡിസ്ക് ഫോർ ബാഡ് സെക്ടേഴ്സ്. നമ്മുടെ എന്തെങ്കിലും കറപ്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കത്തൊന്നുമില്ല. വേറെ ഇഷ്യൂസ് ഒന്നും നോക്കാതെ പെട്ടെന്ന് ഫോർമാറ്റ് ചെയ്യുന്ന എന്താണ് ഫോർമാറ്റിംഗ് മെത്തേഡിനാ പറയുന്നത് ക്വിക്ക് ഫോർമാറ്റ്. ഇത് നോക്കിക്കോണം, ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. 2 തവണയെങ്കിലും വായിച്ചിട്ടേ ആൻസർ ചെയ്യാവുള്ളൂ. അതായത് ക്വസ്റ്റിനകത്ത് നോക്കണം. ഇവിടെ തന്നെ ഇപ്പം ഡാഷ് ഇസ് എ മെത്തേഡ് ഫോർ ഇറേസ് ദ ഫയൽ സിസ്റ്റം ആൻഡ് ഡയറക്ടറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് നിങ്ങൾ ഡയറക്റ്റ് അതിന്റെ ആൻസർ അങ്ങ് എഴുതി വെക്കും ഫോർമാറ്റിംഗ് എവിടെയെങ്കിലും കണ്ടുകൊണ്ട്. പക്ഷെ എന്ത് ടൈപ്പ് ഓഫ് ഫോർമാറ്റിംഗ് ആണെന്നൂടെ നോക്കണം. എന്താ നോക്കിക്കേ, ഇവിടെ സിംപിളി ഇറേസ് ദ ഫയൽ സിസ്റ്റം പെട്ടെന്നായിരിക്കും. ഫാസ്റ്റർ മെത്തേഡ് ഒരു പോയിന്റ് ഉണ്ടോ എന്ന് നോക്കണം. എറേസ് ദ ഫയൽ സിസ്റ്റം, സിംപ്ലി എറേസ് ദ ഫയൽ സിസ്റ്റം എല്ലാം പെട്ടെന്ന് എറേസ് ചെയ്ത് കളയുന്നു. അതുപോലെ തന്നെ ഡയറക്ടറി സ്ട്രക്ചറിനെ എറേസ് ചെയ്ത് കളയുന്നു. പക്ഷെ അതിന്റെ ഒരു പോയിന്റ് അവിടെ പറയുന്നത് കേട്ടോ, ഡസ് നോട്ട് സ്കാൻ ദ എൻറ്റയർ ഡിസ്ക് ഫോർ ബാഡ് സെക്ടേഴ്സ്. കണ്ടോ, ഇവിടെ എന്ത് നടക്കുന്നില്ല? ബാഡ് സെക്ടർ ഉണ്ടോ എന്ന് ചെക്കിംഗ് ഒന്നും നടക്കുന്നില്ല. ഇയാൾ എന്ത് വരും, അങ്ങോട്ട് ഓടി വരും, വന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം എറേസ് ചെയ്ത് കളയും, പോവും. അന്നേരം ഇവിടെ വേറെ ഇഷ്യൂസ് ഉണ്ടോന്നോ അല്ലെങ്കിൽ ബാഡ് സെക്ടേഴ്സ് ഉണ്ടോന്നോ ഒന്നും ഇവയാൾ ചെക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഫോർമാറ്റിംഗ് മെത്തേഡിനാ പറയുന്നത് എന്ത്? ക്വിക്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ ക്വിക്ക് ഫോർമാറ്റിംഗിന്റെ അഡ്വാൻറ്റേജ് പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത് എന്താണ്? ക്വിക്ക് ഫോർമാറ്റിംഗ് ഒൺലി എറേസ് ദ ഫയൽ സിസ്റ്റം ആൻഡ് ഡയറക്ടറി സ്ട്രക്ചർ ഓൺ ദ ഡിസ്ക്. എന്ത് ചെയ്യുന്നില്ല? ബാഡ് സെക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് പെട്ടെന്ന് നമ്മളിപ്പോ ഒരു വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റം ഒന്ന് ഹാങ് ആവുകയൊക്കെ ചെയ്തു, നമുക്കൊന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ സിസ്റ്റം ഒന്ന് വേണം, അങ്ങനത്തെ ഒരു ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒരുപാട് സമയമൊന്നും നോക്കി ഫുൾ ഫോർമാറ്റ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഡിസ്കിൽ അത്യാവശ്യ ഫയലുകളൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഏത് ഓപ്ഷൻ സ്വീകരിക്കാം? ക്വിക്ക് ഫോർമാറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ സ്വീകരിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഫോർമാറ്റിംഗ്. അത് മുമ്പേ പറഞ്ഞ ആ ഫോർമാറ്റിംഗ് മെത്തേഡ് തന്നെ. എന്താ? എൻ്റെ ഡിസ്ക് സ്കാൻ ചെയ്യും, ബാഡ് സെക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കും, അൺയൂസബിൾ ആയിട്ടുള്ള സെക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിനെ മാർക്ക് ചെയ്ത് വെക്കും, എന്നിട്ടൊരു പുതിയ ഫയൽ സിസ്റ്റം ഉണ്ടാക്കും, അതുപോലെ തന്നെ ഒരു ഡയറക്ടറി സ്ട്രക്ചർ ഉണ്ടാക്കും. കണ്ടോ, ഫുൾ ഫോർമാറ്റിൽ എന്താ ചെയ്യുന്നത്? എൻ്റെ ഡിസ്കും എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ബാഡ് സെക്ടർ ഉണ്ടോ എന്നൊക്കെ നോക്കും. അതുകൂടാതെ എന്ത് ചെയ്യും? അൺയൂസബിൾ ആയിട്ടുള്ളതിനെല്ലാം അവർ പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ടോ അത് കൂടാതെ എന്ത് ചെയ്യണം? ഒരു പുതിയ ഫയൽ സിസ്റ്റവും ക്രിയേറ്റ് ചെയ്യും, ഒരു ഡയറക്ടറി സ്ട്രക്ചർ ഉണ്ടാക്കി തരും. ഇതാണ് ഫുൾ ഫോർമാറ്റിംഗ്. ഡിസ്കിനെ ഫുൾ ഫോർമാറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതാണ് മെത്തേഡ്. പക്ഷെ ഇതിന്റെ പ്രോപ്പർട്ടീസിനകത്ത് പറയുമ്പോൾ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ ക്വിക്ക് ഫോർമാറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് സമയമെടുക്കും. എസ്പെഷ്യലി ഇഫ് ദ ഡിസ്ക് ഈസ് എ ലാർജ് ഓർ ഹാസ് എ മെനി ബാഡ് സെക്ടേഴ്സ്. ഒരുപാട് നമ്മുടെ ഡിസ്കിന് സൈസ് കൂടുതലും അതുപോലെ ഒരുപാട് കറപ്റ്റഡ് സെക്ടേഴ്സും ഉണ്ടെങ്കിൽ ഇതിനെല്ലാം മാർക്ക് ചെയ്ത് അൺയൂസബിൾ ആക്കി മാറ്റണം. അതിന് സമയമെടുക്കും. അതായത് ഇത് ടൈം കൺസ്യൂമിങ് ഫോർമാറ്റിംഗ് ആണ് ഏത്? ഫുൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ക്വിക്ക് ഫോർമാറ്റിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. എന്തിനു വേണ്ടി? എൻഷുർ ദാറ്റ് ഓൾ ഡേറ്റ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഇറേസ്ഡ് ഫ്രം ദ ഡിസ്ക്. നമ്മുടെ ഡിസ്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കണം. നിങ്ങൾ ഈ ഫോർമാറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്തിനാണ്? നിങ്ങളുടെ മെമ്മറി സ്പേസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഫോർമാറ്റ് ചെയ്യുന്നത്. വെറുതെ ഒരു ആവശ്യത്തിനല്ലല്ലോ ഫോർമാറ്റ് ചെയ്യുന്നത്. അന്നേരം നമുക്കതിനെ കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോർമാറ്റ് ചെയ്യുന്ന മെത്തേഡിനെ എന്ത് പറയുന്നത്? ഫുൾ ഫോർമാറ്റിംഗ് മെത്തേഡ് എന്ന്.